മീരയുടെയും മഹിയുടെയും ജീവിതം പിന്നെയും സമാധാനത്തോടെ മുന്നോട്ട് പോയി. വീട്, ഓഫീസ്, പിന്നെ ചെറിയ ഔട്ടിങ്ങൊക്കെയായി ഇരുവരും ഹാപ്പിയാണ്. അച്ചമ്മക്ക് പ്രായാധിക്യം മൂലമുള്ള ചെറിയ ചില അസ്വസ്ഥതകൾ ഉണ്ടെന്ന് വെച്ചാൽ എന്തുകൊണ്ടും സന്തുഷ്ടരാണ് അവർ. വരുണിൻ്റെ സർജറി അന്ന് തന്നെ കഴിഞ്ഞു. നടന്നു തുടങ്ങാൻ കുറച്ച് സമയം പിടിച്ചേക്കുമെന്നൊരു പ്രശ്നമല്ലാതെ മറ്റൊരു പ്രശ്നവും ഇല്ലെന്ന് അറിഞ്ഞ ശേഷമാണ് മീര സമാധാനത്തോടെ വീട്ടിലേക്ക് പോയത്. പിറ്റേന്ന് രാവിലെ വന്ന് വരുണിനെ കയറി കണ്ടു അവൾ. ജിതിനെ പോലെ വലിയ സംസാരമൊന്നുമില്ല, ഒരു ഒതുങ്ങിയ പ്രകൃതം. എങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായതിൽ തങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നവൻ സമ്മതിച്ചു. മീരയും മഹിയും പിന്നെ എല്ലാ ദിവസവും ഈ വരവ് തുടർന്നു. ആ കുറ്റബോധം ഇപ്പോഴും അവൾ വിട്ടുപോയിട്ടില്ല. വരുണിൻ്റെ വീട്ടിൽ നിന്നും ആരും വരാനില്ലാത്തത് കൊണ്ടും അവൻ്റെ ചെറിയേറ്റം തനിച്ചവനെ നോക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടും മഹി ഒരു മെയിൽ ഹോം നേഴ്സിനെ കൊണ്ടുവന്നു. അത് വരുണിന് വലിയൊരു സഹായമായിരുന്നു. ജിതിനെ 4-5 ദിവസങ്ങൾക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്തപ്പോൾ വരുണൻ 2 ആഴ്ച കഴിഞ്ഞാണ് വിട്ടത്. വരുണിനെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കാൻ മഹിയും പോയിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. വരുണിൻ്റെ അമ്മ അവൻ്റെ ചെറുപ്പത്തിലേ മരിച്ചതാണ്. അച്ഛൻ മരിച്ചിട്ട് 10 വർഷം തികയുന്നു. വീട്ടിലാകെയുള്ളത് 2 ആനമ്മയും ഒരു സുഖമില്ലാത്ത അനിയത്തിയും മാത്രം. 2 ആനമ്മ അത്ര പ്രശ്നക്കാരിയാണെന്നും തോന്നിയില്ല. പക്ഷെ വരുണിനോട് അത്ര സ്നേഹത്തിലൊന്നുമല്ല. അവനെ നോക്കാൻ പറ്റില്ലെന്ന് അവരപ്പോഴും ആവർത്തിച്ചു. സുഖമില്ലാത്ത മോളെയും കൊണ്ട് ഒരു വിധത്തിലാണ് അവർ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നതെന്നും അധിക ചെലവൊന്നും ഞങ്ങൾക്ക് താങ്ങില്ല എന്നും പറഞ്ഞ് അവർ കൈമലർത്തി. വരുണിൻ്റെയും അവൻ്റെ അമ്മയുടെയും പേരിലുള്ള വീടായതുകൊണ്ട് മാത്രം അവരവനെ ഇറക്കി വിടുന്നില്ല എന്നൊരു ധ്വനിയുണ്ടെന്ന് മഹിക്ക് തോന്നി അവരുടെ സംസാരത്തിൽ. അതുകൊണ്ട് തന്നെ ആ ഹോം നേഴ്സിനെ അവിടെ സ്ഥിരപ്പെടുത്തി വരുണിൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷും ഏൽപ്പിച്ചു മഹി. ഹോസ്പിറ്റൽ ചിലവും നഷ്ടപരിഹാരം എന്ന പേരിൽ മഹി കുറച്ചധികം കാശ് ചിലവാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞു വെച്ചിട്ട് തന്നെ വരുൺ ഒരു മടിയും കൂടാതെ ആ കൈനീട്ടി വാങ്ങി. മഹിയുടെ തിരക്കുകൾ കാരണം ദിവസങ്ങൾ തോറുള്ള പോക്ക് വല്ലപ്പോഴുമായി ചുരുങ്ങി. പോകുമ്പോഴൊക്കെ ആ വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കി മഹി സാമ്പത്തികമായി സഹായിക്കാറുണ്ട്. ജിതിന് എഴുന്നേറ്റ് നടന്നെന്ന് കേട്ടപ്പോൾ മീരയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു. വരുണിനും ചെറിയ ബുദ്ധിമുട്ടുകളോട് കൂടി നടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവനും നടന്നു തുടങ്ങി. തൊഴിൽ രഹിതരായ 2 ചെറുപ്പക്കാർക്കും അവസ്ഥ മനസ്സിലാക്കി അവർക്ക് പറ്റിയ ജോലിയും കൊടുത്തു മഹി. അതോടെ ജീവിതം വീണ്ടും പഴയ പടിയായി. നീരജയും നരേന്ദ്രൻ്റെ നിയമപരമായ വിവാഹബന്ധം ഇപ്പോഴും വേർപ്പെടുത്തിയിട്ടില്ല. മഹി ഭാര്യയുമായി പിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് താനും ബന്ധം വേർപ്പെടുത്തിയാൽ പിന്നെ അത് മറ്റുള്ളവർക്ക് ചർച്ചാ വിഷയമാവുന്നൊരു ഭയം കൊണ്ടാണ് നീരജ് അതിന് മുൻകൈയെടുക്കാത്തത്. ആ വീട്ടിൽ കയറിപ്പറ്റാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും നരേന്ദ്രനെ കൊണ്ട് സാധിച്ചില്ല. നിലയുടെ കാര്യത്തിലാണെങ്കിലോ പ്രത്യേകിച്ച് പുരോഗതിയൊന്നും ഇല്ലതാനും. ഇതിനിടയിൽ അർജുൻ ട്രെയിനിങ് പൂർത്തിയാക്കി തിരികെ എത്തി. ജോലിക്ക് പോകും മുന്നേ അവൻ മഹിയെയും മീരയും വന്ന് കണ്ട് യാത്ര പറഞ്ഞിരുന്നു. അവൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് കേരളത്തിന് പുറത്തായിരുന്നു. അതുകൊണ്ട് അരണിമക്കൊക്കെ ഭയങ്കര വിഷമായിരുന്നു. നല്ലൊരു കരച്ചിലും പിഴിച്ചിലൊക്കെ കണ്ടിട്ടാണ് അവൻ കേരളത്തിൽ നിന്ന് ട്രെയിന് കയറിയത്. മാസങ്ങൾ കഴിഞ്ഞു പോയി. പെട്ടെന്നൊരു ദിവസം ആരോടും പറയാതെ വരുൺ ഓഫീസിൽ നിന്നിറങ്ങി ഓടുന്നത് കണ്ട് എല്ലാവരും അവനെ ശ്രദ്ധിച്ചു. മീരയും ചെന്ന് അവന് പിറകെ. ജിതിന് ലീവായിരുന്നു. അതിനുശേഷം കുറച്ചു കാലം ഇരുവരെയും കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. ആളെ വിട്ട് അന്വേഷിച്ചപ്പോൾ വരുണിൻ്റെ വീട് പൂട്ടിക്കിടക്കുന്നെന്നും ജിതിൻ സ്ഥലത്തു നിന്നും അറിയാൻ കഴിഞ്ഞു. പതിയെ മീരയും മഹിയും അവരുടെ തിരക്കുകളിലേക്ക് തിരിഞ്ഞു. ക്യാബിനിലിരുന്ന് മീര മെയിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് ഒരു വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞൊരു കോള് വരുന്നത്. ആരാണെന്ന് ചോദിച്ചപ്പോൾ ജിതിനാണെന്ന് അറിയാൻ കഴിഞ്ഞു. ജിതിനാണെന്ന് അറിഞ്ഞപ്പോൾ തെല്ലൻ ആശ്ചര്യത്തോടെ അകത്തേക്ക് വിടാൻ പറഞ്ഞു മീര. മേ ഐ കമിൻ മാഡം? അവൻ വിനയത്തോടെ ചോദിച്ചു. കയറി വാ. താനിത് എവിടെയായിരുന്നു? ആരോടൊന്നും പറയാൻ നിങ്ങൾ 2 പേരും എങ്ങോട്ടാ പോയത്? അവരവിടെ ജോലി ചെയ്തിരുന്ന കാലം കൊണ്ട് നല്ലൊരു സുഹൃത്ത് ബന്ധം അവർക്കിടയിലുണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യത്തിൽ അവൾ തിരക്കി. ജിതിൻ മറുപടി പറയാതെ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. എനിക്കിവിടെ റീജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ഞാൻ. അവൻ്റെ ആവശ്യം കേട്ട് മീര നെറ്റി ചുളിച്ചു. തൻ്റെ ചോദ്യങ്ങൾ അവൻ അവഗണിക്കുന്നതായി മീരക്ക് തോന്നി. അതിനെന്താ ജിതിൻ, തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ റീജോയിൻ ചെയ്യാം, മീര പറഞ്ഞു. ജിതിൻ നന്ദി പറഞ്ഞ് എഴുന്നേറ്റു. ജിതിൻ, വരുൺ എന്ത് പറ്റി? നിങ്ങളെന്ന് എങ്ങോട്ടാ പോയത്? എന്താ നിങ്ങൾക്ക് പറ്റിയത്? എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയേ, മീര പറഞ്ഞു. മേഡത്തിനോട് പറയാൻ പറ്റുന്ന കാര്യമല്ലേ ഇത്. ഞങ്ങളുടെ നെഞ്ചിലെ തീ മേഡത്തിൻ്റെ കൂടി പകർന്നു തന്നിട്ട് എന്തു ഗുണം? അവൻ ചിരിച്ചു. മീരക്കത് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല ജിതിൻ, അവൾ പറഞ്ഞു. ഒന്നുമില്ല, അവൻ പറഞ്ഞു. എന്താണെങ്കിലും പറയും ജിതിൻ, മീര നിർബന്ധിച്ചു. മേഡം ഇതൊരിക്കലും അറിയരുതെന്ന് വരുണനെ വിലക്കിയതാണ്. പക്ഷേ മേഡം ഇത് അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രം പറയാം. അന്ന് ആക്സിഡൻറ്റ് സംഭവിച്ചത് ഓർക്കുന്നുണ്ടോ? അന്ന് അവൻ്റെ തുടയിൽ കല്ല് വന്നിടിച്ചത് ഓർമ്മയില്ലേ?
അന്ന് അവൻ്റെ കാലിന് മാത്രമല്ല പരിക്ക് പറ്റിയത്. ജിതിനൊന്ന് നിർത്തി. അതുവരെ ഉണ്ടായിരുന്ന തെളിച്ചം മാറി അവളുടെ മുഖത്ത് ആശങ്ക പടർന്നു. എന്താ ജിതിൻ, എന്താ പറഞ്ഞു പറ്റിയത്? അവൾ ആശങ്കയോടെ ചോദിച്ചു. ഇനി പറ്റാനൊന്നുമില്ല മാഡം. അവനിനി അച്ഛനാവാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവൻ്റെ ചെറിയച്ഛനോട് ഡോക്ടർ അന്ന് തന്നെ പറഞ്ഞിരുന്നു. അയാളത് ഒളിപ്പിച്ചു വെച്ചു. അവൻ്റെ ജീവിതം തകരുതെന്ന് കരുതിയാവണം അയാളത് ചെയ്തത്. വരുണിന് സംഭവിച്ചത് എന്താണെന്ന് വിശദീകരിച്ച് പറയാൻ മടിച്ച് അവൻ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ അവതരിപ്പിച്ചു. മീര അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമെന്ന്. കേട്ടുകേൾവിൽ മാത്രമുള്ള കാര്യം. ജിതിൻ, താൻ എന്തൊക്കെയാ ഈ പറയുന്നേ? മീര തളർന്നു പോയി. സത്യം, വിശ്വാസമില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി നേരിട്ട് അന്വേഷിക്കാം. അല്ലെങ്കിൽ തന്നെ ഇങ്ങനൊരു നുണ വന്ന് മാഡത്തിനോട് പറയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. അന്ന് ഞങ്ങൾ പെട്ടെന്ന് പോയത് വരുണിൻ്റെ സിസ്റ്ററിന് പയ്യെന്ന് വിളിച്ചറിയിച്ചിട്ടാണ്. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് എത്തിച്ചപ്പോഴാ വരുണ് ഇങ്ങനെയൊന്ന് സംഭവിച്ചത് അവൻ പോലും അറിയുന്നത്. അവൻ്റെ ചെറിയച്ഛൻ അതീവ രഹസ്യമായി ചെറിയമ്മയോട് പറഞ്ഞത് അവർ വരുണിൻ്റെ അമ്മയോട് പറഞ്ഞു. വരുണിൻ്റെ അമ്മ അവൻ്റെ പെങ്ങൾ ഭാഗ്യയോടും പറഞ്ഞു. പിന്നീട് ചെറിയമ്മ വഴി പലരും അറിഞ്ഞ് നാട്ടിൽ പാട്ടായി. അവനും എൻ്റെ ചിറ്റയുടെ മോൾ അശ്വതിയുമായി ഇഷ്ടത്തിലായിരുന്നു. 4-5 വർഷമുള്ള ബന്ധമായിരുന്നു. ഒരു സ്ഥിര ജോലിയുമായി ചെന്നാൽ കെട്ടിച്ചു കൊടുക്കാമെന്ന് ചിറ്റയും ചിറ്റപ്പനെ ഏറ്റതാണ്. ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഇപ്പോൾ അവൾക്ക് അവനെ വേണ്ടെന്ന് അവളുടെ വീട്ടുകാർക്കും. കഷ്ടപ്പെട്ടൊന്ന് ചിരിച്ചെന്ന് വെറുതെ അവൻ പറഞ്ഞു നിർത്തി. മീരയ്ക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. ഒരു കാലത്ത് തനിക്ക് സമാധാനം കിട്ടില്ലെന്ന് അവൾ ഓർത്തുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ ജീവിതം തുടങ്ങും മുന്നേ നശിച്ചു. അതിലാരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. വീടും നാടും വിട്ട് ഒരു ഭ്രാന്തനെ പോലെ അലയുന്നുണ്ടവൻ. എത്ര കാലം എനിക്കവനെങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും? അവൻ്റെ അമ്മക്ക് അവനെ പണ്ടേ വേണ്ട. ഇപ്പം അശ്വതിക്കും. ഇനി ആർക്ക് വേണ്ടി അവൻ ജീവിക്കുന്നേ? കടുങ്കൈ ഒന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. അതും പറഞ്ഞവൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. ഞാൻ നാളെ വന്ന് റീജോയിൻ ചെയ്തോളാം മാഡം. പിന്നെ മാഡം നിർബന്ധിച്ചുകൊണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത്, അല്ലാതെ കുറ്റപ്പെടുത്തിയതല്ല. ഇതിലാരും തെറ്റുകാരല്ല. എല്ലാം ദൈവനിശ്ചയാണ്. പോട്ടെ. അവളെ നോക്കി തലകുലുക്കി ജിതിൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മീര എല്ലാം കെട്ടി ശ്വാസം നിലച്ചതുപോലെ ഒറ്റയിരിപ്പായിരുന്നു. ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ജിതിൻ വരുണിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. എന്താടാ? ആ വിളിയിൽ പ്രതീക്ഷിച്ചിരുന്ന വരുൺ ഒറ്റ റിങ്ങിൽ കോൾ അറ്റൻഡ് ചെയ്ത് ചോദിച്ചു. പഠിപ്പിച്ചിട്ടത് അതുപോലെ മീരയുടെ മുന്നിൽ ഛർദ്ദിച്ചിട്ടുണ്ട്, ജിതിൻ ഇഷ്ടക്കേടോടെ പറഞ്ഞു. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? വരുൺ ഗൗരവത്തോടെ ചോദിച്ചു. എന്ത് പറയാൻ, ഞെട്ടിത്തരിച്ച് അവിടെ ഇരിപ്പുണ്ട്. അവൻ അലസമായി പറഞ്ഞു. വരുണെ, ഈ കളി വേണ്ട. അറിയാതെ പറ്റിയൊരു തെറ്റിൻ്റെ പേരിൽ അവർ ഒത്തിരി സഹായങ്ങൾ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അത് നമ്മൾ മനഃപൂർവ്വം ആ വണ്ടി ലക്ഷ്യം വെച്ച് പോയതാണ്. ഇപ്പം ചോദിച്ചാലും നിനക്ക് വേണ്ട സഹായങ്ങൾ അവർ ചെയ്തു തരും. അതിന് ഈ വൃത്തികെട്ട കളി കളിക്കണ്ടടാ. ചേറ്റത്രം കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പെണ്ണിൻ്റെ ശാപം വാങ്ങി വെച്ചിട്ടില്ല. അത് ഇനി അങ്ങോട്ട് വേണ്ടടാ, ജിതിന് ഉപദേശിച്ചു. നിനക്ക് പട്ടാണടാ ജിതി. ഇത്രയും വലിയൊരു തുക വെറുതെ തരാൻ അയാളെൻ്റെ അമ്മായപ്പനൊന്നുമല്ല. എനിക്കെൻ്റെ ഭാഗ്യമോളാണ് വലുത്. അവളുടെ ഓപ്പറേഷൻ സമയത്ത് നടത്തണം. അതിനുവേണ്ടി അവർ പറയുന്ന എന്ത് വേഷം കെട്ടാൻ ഞാൻ തയ്യാറാ. നിനക്ക് വയ്യെങ്കിൽ വേണ്ട. എന്താ വേണമെന്ന് എനിക്കറിയാം. ഒറ്റയ്ക്ക് ചെയ്തോളാം ഞാൻ. അതും പറഞ്ഞവൻ ദേഷ്യത്തിൽ ഫോണ് കട്ടാക്കിപ്പോയി. ജിതിനെ കണ്ടതിൽ പിന്നെ മീര ആകെ ഒതുങ്ങിപ്പോയിരുന്നു. വീട് വിട്ടാൽ ഓഫീസ്, ഓഫീസ് വിട്ടാൽ വീട്. മഹിക്കൊപ്പം ഇവ എങ്ങും പോകാറില്ല. പഴയ കളിയും ചിരിയും ഒക്കെ നഷ്ടപ്പെട്ടു. ആരുമായും അധികം സംസാരമില്ല. മഹീദക്ക് ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. അല്ലെങ്കിൽ തന്നെ എന്ത് പറയാനാണ്, എങ്ങനെ പറയാനാണ്? പറഞ്ഞാൽ തന്നെ അതും കൊണ്ട് അച്ഛൻ്റെ സമാധാനം കൂടി പോകുന്നല്ലാതെ എന്ത് പ്രയോജനം? മീരയ്ക്ക് വരുണൊന്ന് ചെന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അവന് മുന്നിൽ ചെന്ന് നിൽക്കാൻ മനസാക്ഷി അനുവദിക്കുന്നില്ല. അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ കൂടി തൻ്റെ കയ്യിൽ നിന്നും വന്നൊരു തെറ്റ് ഒന്നുകൊണ്ട് മാത്രമാണ് വരുൺ ഇത്രയും വലിയൊരു നഷ്ടമുണ്ടായത്. ആ കുറ്റബോധം സ്വസ്ഥമായൊന്നുറങ്ങാൻ പോലും അവൾ അനുവദിക്കുന്നില്ല. ആരോട് ഷെയർ ചെയ്യാൻ കഴിയാതെ അവൾ വീർമുട്ടി കഴിയുകയാണിപ്പോൾ. ഒത്തിരി ആലോചിച്ചു. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവും കിട്ടുന്നില്ല. ജിതിൻ അവൾ അതൊക്കെ മറന്നു കളയെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാറുണ്ടെങ്കിലും അതങ്ങനെ മറന്നു കളയാൻ പറ്റുന്ന ഒന്നായതില്ല മീരയ്ക്ക്. അവളുടെ ജീവിതത്തിൽ താളവും അവിടെ തെറ്റുകയായിരുന്നു. മഹിയും മകളുടെ മാറ്റത്തിൽ അസ്വസ്ഥനായിരുന്നു. പലകുറി അവളോട് കാര്യങ്ങൾ തിരക്കി. പക്ഷേ ഒന്നും വിട്ടു പറയാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. അച്ഛനറിയാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തണമെന്നായിരുന്നു ആദ്യമൊക്കെ മനസ്സിൽ. പക്ഷേ ഇങ്ങനൊരു കാര്യം, കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യം എന്ത് ചെയ്യും, എങ്ങനെ പരിഹരിക്കുമെന്ന് ഒരു രൂപവുമില്ല. ട്രീറ്റ്മെൻറ്റിന് വരും തയ്യാറല്ല.
സ്നേഹിച്ച പെണ്ണിനെ നഷ്ടപ്പെട്ടു. നാട്ടുകാർക്ക് മുന്നിൽ പരിഹാസനായി. ട്രീറ്റ്മെൻറ്റ് നടത്തി ആ കുറവ് നികത്തിയാലും നാട്ടുകാർക്ക് മുന്നിൽ താനെന്നും ഒരു പരിഹാസനായിരിക്കും. സ്നേഹിക്കാൻ ഉമ്മ മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. അവൾ പോയ സ്ഥിതിക്ക് തനിക്കിനൊരു ജീവിതമേ വേണ്ടെന്നൊക്കെയാണ് വരുൺ പറയുന്നത്. മീര തനിക്കാവും പോലെയൊക്കെ വരുണിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയെങ്കിലും ഫലം കണ്ടില്ല. വരുണിനെ അവളിപ്പോൾ കാണാറേയില്ല. ജിതിനോട് ചോദിച്ചാൽ ജിതിനും അവനെ കണ്ടിട്ട് നാളുകളായത്ര. അവൻ്റെ രണ്ടാനമ്മക്ക് അവനെ ഇഷ്ടമില്ലെന്നും അവൻ ആ വീട്ടിലേക്ക് പോകാറില്ലെന്നും എവിടെയാണെന്നൊന്നും അറിയില്ലെന്നും അവൻ പറഞ്ഞു. അവൻ സ്നേഹിച്ച പെണ്ണിന് വിവാഹം കഴിഞ്ഞെന്നും ജിതിൻ പറഞ്ഞൊപ്പിച്ചു. ആളുകളുടെ പരിഹാസം അവനെ വല്ലാണ്ട് തളർത്തിയിരുന്നത്ര. അതൊക്കെ പേടിച്ച് ആരോടും പറയാതെ അവനെങ്ങോട്ടോ പോയതെന്നാണെന്നൊരു സംശയം ജിതിന് പറഞ്ഞു. പിന്നെ കുറേ നാളുകൾ വരുണിനെ കുറിച്ചൊരു വിവരവുമില്ലായിരുന്നു. മീരയ്ക്ക് കഴിയും പോലെ ആളെ വെച്ച് അവൾ അന്വേഷിച്ചു. അന്വേഷണങ്ങൾക്കൊടുവിൽ വരുണിനെ കണ്ടുകിട്ടി. കുടിച്ചിലേക്ക് കെട്ട് റോഡിൽ കിടന്നവനെ ജിതിനാണ് കണ്ടതും മീരയെ അറിയിച്ചതും. ജിതിനെ അവന് ഹോസ്പിറ്റലിലാക്കി. തലക്കും മറ്റും മുറിവുകളുണ്ടെന്ന്. ബോധം പോയി. വീണപ്പുണ്ടായതാവാം. മീരെ കാണാൻ ചെല്ലുമ്പോൾ വരുൺ മയക്കത്തിലായിരുന്നു. മുടിയും താടിയൊക്കെ വളർന്ന് വല്ലാത്തൊരു രൂപം. തലയിൽ ചെറിയൊരു കെട്ടുണ്ട്. മുഖത്തെന്തൊക്കെയോ പാടുകൾ. തനിക്കറിയാവുന്ന വരുണിനെ അവളൊന്ന് ഓർത്തു നോക്കി. ഇങ്ങനൊരു വരുണയല്ല താൻ അറിയുന്നത്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ കൂടി അവൻ്റെ ഈ അവസ്ഥയ്ക്ക് താനാണ് കാരണമെന്ന ചിന്ത അവൾ അലട്ടിക്കൊണ്ടേയിരുന്നു. വരുണിന് ബോധം വരുവോളം അവൾ ജിതിനോടൊപ്പം കാത്തിരുന്നു. കുറച്ചേറെ നേരം കാത്തിരിക്കേണ്ടി വന്നു അവന് ബോധം വരാൻ. വരുണിന് ബോധം വന്നപ്പോൾ മുന്നിലുണ്ടായിരുന്നത് മീരയാണ്. മദ്യത്തിൻ്റെ ചെറിയൊരു ആലാസ്യം ഉണ്ടെങ്കിലും അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾക്ക് അവനെ ഫേസ് ചെയ്യാൻ വല്ലാത്ത മടി തോന്നി. എങ്കിലും കഷ്ടപ്പെട്ടൊരു ചിരി അവളും പകരം നൽകി. എന്തടാ വരുണേ, നീ എന്താടാ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്? ജിതിൻ അരിശത്തോടെ ചോദിച്ചു. വരുൺ അവനെ സൂക്ഷിച്ചു നോക്കി. പിന്നെ ഞാൻ എന്ത് വേണമെന്നാ, പോയി ചാവണോ? അവൻ അലസമായി ചോദിച്ചു. ജിതിൻ കണ്ണുരുട്ടി. ഞാൻ എന്ത് ചെയ്യാനടാ, മടുത്തു. നാട്ടിലും വീട്ടിലൊക്കെ പരിഹാസം മാത്രം. ഒരു തന്തയാവാൻ കഴിയില്ലെന്നത് ഇത്ര വലിയ കുറവാണെന്ന് ഇപ്പം അനുഭവിച്ചറിഞ്ഞു. ഉമ അവളുടെ കല്യാണവും കഴിഞ്ഞു. എന്നെ ഇനി ഒരുത്തിയും തിരിഞ്ഞു പോലും നോക്കില്ലെന്നാ അവിടെ വീട്ടുകാർ പറഞ്ഞത്. പെറ്റമ്മയും ജനിപ്പിച്ച തന്തയില്ല. രണ്ടാനം ഒന്നുള്ളതാണെങ്കിൽ അവർക്കെന്നെ കണ്ടൂടാ. ഇപ്പതാ ഇങ്ങനൊരു കുറവും. ഇനി ആർക്ക് വേണ്ടിയാടാ ഞാൻ ജീവിക്കുന്നേ? തോലയട്ടെ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരില്ലാത്ത ജീവിതം നരകമാണ് ജിതി. എനിക്ക് ആ നരകം വേണ്ട. ഏതെങ്കിലും തെരുവിൽ കിടന്ന് ചാവണം. ഇനി എന്തിൻ്റെ പേരിലായാലും അങ്ങനെ കിടക്കുമ്പോൾ രക്ഷകനായി നീ വരരുത് ജിതി. എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായമാണത്. അവൻ്റെ വാക്കുകൾ ദുർബലമായിരുന്നു. മീരക്കത് കൊള്ളേണ്ടത് തന്നെ കൊണ്ടു. തനിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ട് എന്നതിനേക്കാൾ അവനെ വേദനിപ്പിക്കുന്നത് ഈ ഒറ്റപ്പെടലാണ്. സ്നേഹിച്ച പെണ്ണിനെ നഷ്ടപ്പെട്ടു. നാട്ടിലും കുടുംബത്തും ഒരു പരിഹാസനായി നിൽക്കേണ്ടി വരുന്ന അവൻ്റെ മാനസികാവസ്ഥ അവൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. അവനെ മുഖമുയർത്തി നോക്കാൻ പോലും കഴിയുന്നില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ കുനിഞ്ഞിരിക്കുന്നവളുടെ മനസ്സിൽ അനേകായിരം ചിന്തകൾ കുമിഞ്ഞുകൂടി. മഹിയുടെ കോള് വരുമ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്ന് മുക്തിയായത്. അവൾ ഓഫീസിൽ കാണാതെ വിളിച്ചതാണ് മഹി. മഹിയോടിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ച് അവൾ എഴുന്നേറ്റു. ബാഗിൽ നിന്ന് കുറച്ച് നോട്ടുകളെടുത്ത് മടിച്ച് വരുണിൻ്റെ അരികിലേക്ക് വെച്ചു. ഇങ്ങനെ പണം കൊടുത്ത് സഹായിക്കുന്നത് അവനതെങ്ങനെ എടുക്കുമെന്ന് അവൾക്ക് ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ വരുണൊന്നും പറഞ്ഞതുമില്ല. അവൾ നിൽക്കത് എടുത്തതുമില്ല. ജിതിൻ, എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഈ താടിയും മുടിയൊക്കെ വിട്ട് വൃത്തിയായി സമാധാനത്തിൽ ഇരിക്കാൻ പറയും. ഞാൻ അച്ഛനെ വീട്ടിലേക്ക് അയക്കാം. അവൾ ഒത്തിരി ആലോചിച്ചെടുത്ത തീരുമാനമാണത്. ജിതിനും വരുണും ഒരുപോലെ ഞെട്ടി. ഇത്ര പെട്ടെന്ന് അതും ഇവളിങ്ങോട്ട് കാര്യം പറയുന്ന ഇരുവരും കരുതിയിരുന്നില്ല. മേഡം, എന്തൊക്കെ ഈ പറയുന്നേ? ജിതിൻ തിരക്കി. സഹതാപാണെങ്കിൽ വേണ്ടെന്ന് പറയും ജിതിനെ. വരുൺ മീരയെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. മീരയും തിരിച്ചവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. സഹതാപം കൊണ്ടൊന്നുമല്ല, കുറ്റബോധമാണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഒന്നറിയാം, വരുൺ ഇങ്ങനെ സ്വയം നശിക്കാൻ തുടങ്ങിയ ഈ ജന്മത്തിൽ എനിക്ക് സമാധാനം കിട്ടില്ല. വരുണിനി എങ്ങോട്ട് പോയാലും വേറെ ലൈഫ് സ്റ്റാർട്ട് ചെയ്താലും വരുണിൻ്റെ ലൈഫ് നന്നായിരിക്കുന്നു എന്നോർത്ത് ഉരുക്കി തീർക്കേണ്ടി വരും എനിക്ക്. അതിനേക്കാൾ നല്ലതല്ലേ ആ ജീവിതം ഞാനും കൂടി അങ്ങ് ജീവിച്ച് തീർക്കുന്നത്? മീര ആ കണ്ണുകളിൽ നിന്ന് നോട്ടം പിൻവലിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, അത് ശരിയാവില്ല. ഇതെൻ്റെ വിധിയാണ്. അറിയാതെ പറ്റിയൊരു പിഴവിൻ്റെ പേരിൽ എന്നെപ്പോലൊരു തന്നെ വിവാഹം കഴിച്ച് ജീവിതം നശിപ്പിക്കേണ്ടവളല്ല മേഡം, വരുൺ പറഞ്ഞു. എൻ്റെ ജീവിതം നശിക്കാൻ മാത്രം എന്ത് കുറവാണ് വരുന്നുള്ളത്? എൻ്റെ കണ്ണിൽ തനിക്കൊരു കുറ്റവും ഞാൻ കാണുന്നില്ല. പിന്നെ പറയാനാണെങ്കിൽ കുറവുകൾ എനിക്കുമുണ്ട്. ഞാനൊരു കല്യാണം കഴിച്ചിരുന്നു. ആ ബന്ധം അധികകാലം നീണ്ടുപോയതുമില്ല. ബന്ധം വേർപ്പെടുത്തിയിട്ട് കുറച്ച് മാസമായി. ഇനിയൊരു പരീക്ഷണം വേണ്ടെന്ന് തന്നെ കരുതിയതാ. പക്ഷേ ഈ ജീവിതം വെറുതെ ജീവിച്ച് തീർക്കുന്നതിന് പകരം
എൻ്റെ ജീവിതം കൊണ്ട് വരുന്ന എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതല്ലേ? ജീവിതാവസാനം വരെ എനിക്ക് സമാധാനത്തോടെ കഴിയെങ്കിലും ചെയ്യാം എന്ന് കരുതി എന്നെ വിവാഹം കഴിക്കുന്ന ഞാൻ വാശി പിടിക്കില്ല. വരൻ്റെ കൂടി ലൈഫാണ്, ആലോചിക്ക്. മീര തൻ്റെ മനസ്സിലുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞു. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല വരുൺ എന്ന് കരുതി ഞാൻ ഒന്നിനും ഫോഴ്സ് ചെയ്യില്ല. തനിക്ക് നഷ്ടപ്പെടുന്നതൊന്നും തിരികെ തരാൻ എനിക്ക് കഴിയില്ലെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ആ സപ്പോർട്ട് തനിക്ക് ആവശ്യമാണെങ്കിൽ മാത്രം താനൊരു എസ് പറഞ്ഞാൽ മതി എന്ന് കരുതി ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ വിട്ടുകളയില്ല. ഇത് മാത്രമല്ലല്ലോ ഹോസ്പിറ്റൽ, അവൾ വരുണിനോടായി പറഞ്ഞു. അവസാനത്തെ വാചകത്തിൽ രണ്ടുപേരൊന്ന് പരിങ്ങി. ഇപ്പോൾ എടുത്ത തീരുമാനം തെറ്റായിരുന്നെന്ന് പിന്നീട് എപ്പോഴെങ്കിലും തോന്നിയാലോ? അപ്പം ഞാൻ എന്ത് ചെയ്യും? വരുൺ പെട്ടെന്ന് വിഷയം മാറ്റി. ഒരിക്കലും ഉണ്ടാവില്ല, വരുൺ എന്നെ വിശ്വസിക്കാം. നിങ്ങൾ ആലോചിക്ക്, ഞാൻ അച്ഛനെ വീട്ടിലോട്ട് അയക്കാം. ശരി ജിതിൻ. ജിതിനോട് പറഞ്ഞ് വരുണിനെ നോക്കി തലകുലുക്കി അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ ആ കടമ്പ കടന്നു കിട്ടി. കട്ടിലൊന്ന് നെളിഞ്ഞിരുന്നു കൊണ്ട് അവൾ കൊണ്ടുവച്ച നോട്ടുകളെടുത്ത് എണ്ണിക്കൊണ്ട് വരുൺ സന്തോഷത്തോടെ പറഞ്ഞു.